ഹലോ ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കവരത്തി ഐലൻഡിൽ നിന്നാണ്. കവരത്തി ഐലൻഡിൽ നിന്നും ഞാൻ കിൽത്താൻ ദ്വീപിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഇതിപ്പോൾ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിൽ ഷിപ്പ് അറേബ്യൻ സീ ബർത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഷിപ്പ് കയറിയിരിക്കുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈസ്റ്റേൺ സൈഡ് ജെട്ടി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ആ കാണുന്ന ഏണി കണ്ടോ? ഏണി എവിടെ? ഓ, ആ ഏണിയിലൂടെയാണ് നമ്മൾ കയറുന്നത് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. കുറച്ച് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇത് കണ്ടോ, കുറച്ച് കുഞ്ഞു മീനുകൾ നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോയിൽ? ഇതിനെ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാർ ഈ മീനിനെ വിളിക്കുന്നത് കള്ളി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ വിളിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനൊരു കരിമീൻ്റെ ഒക്കെ ഒരു ചായയാണ്. എന്തായാലും ഞാൻ കവരത്തിയെ വിട്ട് പിരിയുന്ന വിഷമത്തിൽ അയവിറക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായിരുന്നു. നേരം ഉച്ചയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള അനൗൺസ്മെൻറ്റ് ഓൾറെഡി ഷിപ്പിൽ നിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലോട്ട് പോയി. ചിക്കൻ ബിരിയാണി കഴിച്ചു. 100 രൂപയായിരുന്നു റേറ്റ്. കൊള്ളാം. ശേഷം ഞാൻ ഒന്ന് മയങ്ങാനായിട്ട് എൻ്റെ സീറ്റിൽ പോയി കിടന്നു. ഉറങ്ങി എണീറ്റപ്പോഴേക്കും അഗത്തി ഐലൻഡിൽ ഷിപ്പ് ബർത്ത് ചെയ്തിരുന്നു. അപ്പോൾ അഗത്തി ഐലൻഡിൻ്റെ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. സമയം ഇപ്പോൾ 3 മണി. വൈകിട്ട് 6:30 വരെ സമയമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഗത്തി ഐലൻഡിൽ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഹലോ, അപ്പം ഞാൻ അഗത്തി ദ്വീപിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ ഇറങ്ങിയതാണ്. ഒരു പണിയില്ല, ഒരു കാര്യമില്ല. അതേ ഈ സാധനം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പൊരി വെയിലാണ്. എൻ്റെ ഈശ്വര. ഞങ്ങൾ 2 പേരെയും റിസീവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ നാട്ടിലെ വേറൊരു ഫ്രണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ചൂട് ചായയും ചൂട് ബജിയും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ചായ കുടിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് അവന് പെട്ടി നിറച്ച് ചോക്ലേറ്റ്സ് കൊടുത്തു. കണ്ട ചോക്ലേറ്റ്സ്? എനിക്കും ഉണ്ട് കുറേ ഫ്രണ്ട്സ്. തിരിഞ്ഞും മറിഞ്ഞും നോക്കില്ല നമ്മൾ. അവരൊക്കെ ഈ വീഡിയോ കണ്ടാൽ വളരെ ഉപകാരമായിരുന്നു. ഞാനൊക്കെ അവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ മറക്കരുത്. അങ്ങനെ അവന് കിട്ടിയ ചോക്ലേറ്റ്സ് ഞങ്ങളും വാങ്ങിച്ചു. കിൻഡർ ജോയ് ഒക്കെ ആയിരുന്നു. ചോക്ലേറ്റിൻ്റെ ബോക്സിൽ കുറേ കിൻഡർ ജോയ് ഉണ്ടായിരുന്നു. കിൻഡർ ജോയ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചോക്ലേറ്റ്സ് ഞാൻ വാങ്ങിച്ചിരുന്നു. അത് ഞാൻ അവന് ഷിപ്പിൽ നിന്ന് അവന് കൊടുത്തിട്ട് അവൻ്റെ കയ്യിലുള്ള കിൻഡർ ജോയ് ഞാൻ വീണ്ടും വാങ്ങി. കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളാണ് ആ ഐലൻഡ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ഈ നാടിൻ്റെ ഭംഗിയൊക്കെ കാണണമെങ്കിൽ വളരെ നല്ല നല്ല വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണാൻ. ഞാൻ അത്ര വലിയ വ്ളോഗറൊന്നുമല്ല. നാടിൻ്റെ ഭംഗിയൊക്കെ എനിക്കങ്ങനെ ഒപ്പിയെടുക്കാനൊന്നും അറിയില്ല. അറിഞ്ഞ പോലെയൊക്കെ വ്ളോഗ് എടുക്കുകയാണ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അവിടെ വിശ്രമിക്കുകയാണ്. ഞങ്ങളവിടെ വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഉലാത്താൻ തുടങ്ങി. അതായത് ഇപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, അന്ന് ഞാനൊരു വിരുന്ന് വീഡിയോ കാണിച്ചില്ലേ അവരുടെ വീട്ടിലേക്കാണ്. ഉലാത്തിയാലൊന്നും ആ വീടെത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി ഞങ്ങൾ യാത്രയായി. ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഓട്ടോ ഡ്രൈവർക്ക് എന്നെ നേരത്തെ പരിചയമുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ബംഗാരത്തിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. അയാൾ അന്ന് അവിടെ തങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം കൊണ്ടുവരുന്ന നീര, അതായത് ഞങ്ങളുടെ മീര, ഞാൻ ഒരുപാട് വാങ്ങിച്ച് മോന്തിയിട്ടുണ്ട്. ഒടുക്കം വീടെത്തി. ഇതാണ് വീട്. അങ്ങനെ അവന് ആ കിട്ടിയ ചോക്ലേറ്റ്സിൽ നിന്ന് കുറച്ച് ഞങ്ങളെടുത്തു. അത് അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവരെ ഓർമ്മയില്ലേ, എൻ്റെ ആ വിരുന്ന് വീഡിയോയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. കൊച്ചുകുട്ടികളാണ്. നല്ല രസമായിരുന്നു അവർക്ക് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചായയും പൊരിയും ക്രേക്ക് ജാക്ക് ബിസ്ക്കറ്റും വേറെ ഒരു ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അവരോടൊക്കെ മനസ്സോടെ ഞങ്ങൾക്ക് യാത്ര പറയേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ പഴയ ഓട്ടോ തന്നെ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ യാത്ര അയക്കാൻ വേണ്ടി ചെറിയ കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ഉബൈസുണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ ഇറക്കിയിട്ട് അവർ പോയി. ടാറ്റ ബൈ ബൈ, വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. ഇപ്പം ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് ഉലന്ന് നിൽക്കുന്നു.
ഷിപ്പ് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു, കൈ മുഖമൊക്കെ കൈകിട്ട് അപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു രാത്രിക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം ക്യാൻറ്റീനിലോട്ട് പോയി. അവിടെ നെയ്ച്ചോറ്, ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു തണ്ണിമത്തൻ പീസും. ഞങ്ങളത് മൂക്കുമുട്ടെ വലിച്ചു വാരി കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും സീറ്റിൽ വന്ന് ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ഷിപ്പിൽ അമ്മേനി സ്വദേശിയായ മറ്റൊരു ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ നിർബന്ധിച്ച് കുറേ ചപ്പാത്തിയും ചില്ലി ചിക്കനും കൊണ്ടുവന്ന് കൈക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഒരാൾ നമ്മളെങ്ങനെ സ്നേഹിച്ച് കൊല്ലുമ്പോൾ എങ്ങനെയാണ് വീടാന്ന് വെക്കുക? ഞങ്ങളത് മുഴുവനും വലിച്ചു വാരി കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. രാവിലെ എണീറ്റപ്പോഴേക്കും ബിത്ര ദ്വീപിൽ കപ്പലെത്തിയിരുന്നു. ബിത്ര എന്ന കൊച്ചു സുന്ദരിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ബിത്ര കണ്ടിട്ടില്ല. ജനവാസമുള്ള ലക്ഷദ്വീപ് ഐലൻഡിൽ നിന്നും ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ദ്വീപ്. ബിത്ര ദ്വീപിൻ്റെ ഭംഗി നമുക്കിവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ചൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതാണ് ബിത്ര ഐലൻഡ്. വളരെ മനോഹരമാണ് കേട്ടോ കാണാനൊക്കെ. ചെറിയൊരു ഐലൻഡാണ്, ആൾത്താമസമൊക്കെ ഉണ്ട്. വളരെ നല്ല ഒരു വ്യൂ ആയിരുന്നു. ആൾക്കാരെ കയറ്റാൻ ഇറക്കാനൊക്കെ ബോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയി. അപ്പോൾ ചായ അവൻ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച്, ചായയും പിന്നെ ഒരു ചെറിയ കേക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചായ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരം വൈകിട്ട് ക്യാൻറ്റീനിൽ പോയതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തന്നു. എനിക്ക് പരിചയമുള്ള ഫ്രണ്ടാണ്. വലിയൊരു കപ്പിൽ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ഞാൻ ചായ കുടിച്ച് നിർവൃതി അടഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയി. അപ്പോഴേക്കും ഷിപ്പ് ചെത്ലാത്ത് ഐലൻഡിൽ എത്തിയിരുന്നു. അങ്ങനെ ചെത്ലാത്ത് ഐലൻഡിൽ നിന്ന് ബോട്ട് വരുന്നുണ്ട് ആൾക്കാരെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഷിപ്പിലോട്ട് കയറ്റാനും ഒക്കെ ബോട്ട് വരുന്നുണ്ടായിരുന്നു. ബോട്ട് വന്ന് ആൾക്കാരെയൊക്കെ കയറ്റി തിരിച്ചു പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. എന്നാലും നിങ്ങൾ കുത്തിയിരുന്ന് സഹിച്ച് എൻ്റെ വീഡിയോയും കൂടി കാണണം. എനിക്ക് അത്രയേ ഉള്ളൂ, അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ചന്ദ്രനെ അവസാനം ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഒരു വർഷത്തോളമായി ഞാൻ നാട്ടിലെത്തിയിട്ട്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. വീട്ടിൽ പോകണം, എല്ലാവരെയും കാണണം, അങ്ങനെ ഇവിടുത്തെ വീട്ടിലെ ഫുഡ് ആസ്വദിക്കണം, അങ്ങനെ കുറേ ഡ്രീംസ് ഉണ്ട്. എല്ലാം പോസിബിൾ ആകട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നാട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. ഞാൻ ഒരുപാട് എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട് ഗായ്സ്. അപ്പം എന്താ പറയുക, എനിക്കെന്താ പറയണമെന്ന് അറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് വ്യൂ. വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഒരു ചേഞ്ചും ഇല്ല എന്നല്ല, നല്ല രസമുണ്ട് കാണാൻ. ജെട്ടി കാണുന്നുണ്ട്. ജെട്ടി എടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി ഈ ഹോട്ടലിൽ നിന്ന് ഒരു റീഫ്രഷ്മെൻ്റ് ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.